ഇപ്പം ഈ കുറ്റബോധം ഉണ്ടോയെന്ന് ചോദിച്ചില്ല. അതെ അതെ. കുറ്റബോധം മീൻസ് കുറ്റബോധം ഉണ്ടാവണമെങ്കിൽ എന്നോട് പറഞ്ഞതിൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ല ചെയ്യാതെ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഒന്ന് ബാക്കി റോഷേട്ടൻ മനസ്സിലാക്കുക. അതാ അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ പൾസർ സുനിയുടെ വാക്കുകളാണല്ലേ ഒളി ക്യാമറയിൽ റിപ്പോർട്ട് ചാനലിൽ റിപ്പോർട്ട് ടി വിയിൽ ഒളി ക്യാമറ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നത് കേട്ടില്ല, അയാൾ ചെയ്ത് എന്താണ് കൊട്ടേഷൻ കൊടുത്തതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അതിൽ ക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടതും ഇതെല്ലാം. എന്നിട്ടും ഇയാൾ പറയുന്നത് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദിലീപ് എന്തോ 1.5 കോടി 1 കോടി എന്തോ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത്. ഇതിനു മുമ്പും ഇയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഒളി ക്യാമറ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇയാളുടെ വായിൽ നിന്ന് കിട്ടിയിട്ടില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇയാൾ അറിയാതെ ഒളി ക്യാമറ വെച്ചിട്ട് പകർത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് കുറ്റബോധം പോലും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ ചോദിച്ചിട്ടും കുറ്റബോധം തോന്നുന്നുണ്ട് എന്നോ ഇല്ലയെന്നോ രണ്ടും പറയാത്ത രീതിയിലുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് പോലും അയാൾക്ക് യാതൊരു കുലുക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. പലതവണ ഷൂട്ട് ചെയ്തു, സ്വമേധയാ ചെയ്യുന്നതായി വിഷ്വലിൽ കാണണം. ഈ സ്വമേധയെ ചെയ്യുന്നത് പോലെ തോന്നുന്ന രീതിയിലായിരിക്കും വീഡിയോ വേണമെന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നടിക്കും കൂടി ഈ ഒരു കാര്യത്തിന് താല്പര്യമുള്ള രീതിയിലായിരിക്കണം ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുന്നത് എന്നുള്ള തരത്തിലാണ്. സ്വയം എന്താ പറയുക, പീഡിപ്പിക്കുന്ന തരത്തിലല്ല, നടിക്കും കൂടി ഇത് താല്പര്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദിലീപിൻ്റെ കൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ഇതായിട്ടുള്ള എത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണല്ലേ ദിലീപ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും പുള്ളിക്കാരെ ഇപ്പോൾ ഒരു ഇതും ഇല്ലാതെ എന്താണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കാൻ കഴിയാത്തത്. എന്തൊരു ഇതാണല്ലേ നമ്മുടെ നിയമത്തിൻ്റെ ആ ഒരു പോക്ക്. എന്ത് തെറ്റ് ചെയ്താലും പുഷ്പം പോലെ, പണം ഉണ്ടെങ്കിൽ പുഷ്പം പോലെ ഇറങ്ങി നടക്കാന്നുള്ളതാണ് നമ്മുടെ നിയമം. എന്താ പറയുക, ഇന്ന് കാലത്ത് ആക്രമിക്കപ്പെടുന്നതിനേക്കാളും ആക്രമിക്കപ്പെട്ടതായി കിടക്കുന്നതിനേക്കാളും ആക്രമിക്കപ്പെടുന്നവർ യാതൊരു ഇതും ഇല്ലാതെയാണ് ഇപ്പം എന്താ പറയുക, ആക്രമിക്കപ്പെട്ട് കിടക്കുന്നവരിനേക്കാളും ആക്രമിക്കുന്നവർക്കാണ് ഇപ്പം നിയമം ഇത് കൊടുക്കുന്നത്, മുന്നിൽ നിൽക്കുന്നതെന്ന്. ഇതാകുമ്പോൾ ഗേദമുണ്ട്. നമുക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു നീതിയും ലഭിക്കില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു നീതിയും ലഭിക്കില്ല എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കേണ് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗമോ നമ്മുടെ ന്യായങ്ങളോ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ആക്രമിച്ചവരുടെ ഭാഗങ്ങൾ ഇതാവാൻ മാത്രമായിരിക്കും നീതി ഇതും മുന്നിൽ നിൽക്കുക. പിന്നെ മതിയായ തെളിവ് അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത്. ആദ്യം ഇതുപോലൊരു സംസാരം നടന്നിട്ടുണ്ടാവില്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് സംഭവത്തിന്റെ A to Z ഒക്കെ അറിയാം. പിന്നെ ഈ പറഞ്ഞ ആളെ ഞാനും പറയണേ പറഞ്ഞിരുന്നു. സത്യത്തിൽ അന്ന് ആ കാശ് മേടിച്ചിരുന്നെങ്കിൽ ജയിലിലും പോവില്ല. സംഭവങ്ങൾക്ക് ലൈവായിട്ട് വേറെ ആൾക്കാരെ വേണ്ടല്ലോ. എന്റെ പുറകെ ആളുണ്ടല്ലേ, എന്റെ പുറകെ ആളുണ്ട്. ഇതൊന്നും ചെയ്യണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ന സമയമില്ല, ഇതൊക്കെ വേറെ വഴിയിൽ വേറെ ആൾക്കാർ നോക്കിയാൽ തന്നെ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കൂറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയാം അത് പറ്റില്ല. അത് ഈ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ഈ പരിപാടി പിന്നെ അവനെ അറിയാവുന്ന ആൾക്കാരാണ് ആ രീതി. ഇപ്പോൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് നടി എത്ര പണം വേണമെങ്കിലും തരാൻ, എന്നെ ആക്രമിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കേണ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിലീപും ബാക്കിയുള്ള ആളുകളെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഗുണ്ടാ സംഘങ്ങളെ. അപ്പോൾ ഈ പൾസർ സുന്നി ഇതിപ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ പൾസർ സുനിനെയും പേഴ്സണലിയും ഒക്കെ ഈ ആക്രമിക്കപ്പെട്ട നടിക്കും അറിയാമായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഗുണ്ടാ സംഘങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പുള്ളിക്കാർ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഗുണ്ടാ സംഘം തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പൾസർ സുനി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം ന്യൂസ് വരുന്നുള്ളത് അറിയാം. അപ്പോൾ അമ്മാതിരി കൊട്ടേഷനാണ് പുള്ളിക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു വാക്കിലൊന്നും വീഴാതെ ഈ നടിയെ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു എന്നെ കൊല്ലും എന്നുള്ളൊരു
പേടിച്ചിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ക്രൂരമായിട്ടുള്ള ഒരു ഇതാണ് അല്ലേ ഈ എന്താണ് ദിലീപ് എന്ന് പറഞ്ഞ ആ വ്യക്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പുറത്ത് ഇതായിട്ട് വന്നിട്ടും ഇതിനെതിരെ എന്താണ് ഒരു ഇതും വരുന്നില്ലല്ലോ, ദിലീപിനെതിരെ ഒരു ഇതും വരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ശരിക്കും പുച്ഛമാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. 2021 മുമ്പ് മുഴുവൻ പറയുന്നത് പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു, 5 പേര് പോലീസിന് മൊഴി കൊടുത്തു, പൾസർ സമാധാനമായിരിക്കും. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്ത് പോവുകയായിരുന്നു. ശരി. അപ്പോൾ ഇത് ഭയങ്കര ഇതായിട്ടുള്ളൊരു വാക്കുകളാണ്. എന്താ പറയുക, 5 നടിമാരെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിനിമ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേൾക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഇതാണ് ഈ അപ്പോൾ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് 5 നടിമാരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സിനിമ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും സുരക്ഷിതത്വം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഭയങ്കര വല്ലാത്തൊരു ഇതാ തോന്നുന്നു. പെണ്ണുങ്ങൾക്ക് എവിടെയും സുരക്ഷിതത്വം ഇല്ലല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് 5 പേര് ആക്രമിക്കപ്പെട്ടിട്ടും അവർക്ക് തുറന്നു പറയാനുള്ള ധൈര്യം പോലും ഇല്ല. അപ്പോൾ അമ്മാതിരി ഇതാണ്. അങ്ങനെയുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും അവർക്ക് തുറന്നു പറയാൻ പോലും പേടിച്ച് അവർ പറയാത്തത്. അവരിപ്പം ആ മാനക്കേടിനെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുടുംബക്കാരെ ഓർത്തിട്ടൊക്കെ ആയിരിക്കും അവർ പുറത്തുനിന്നും പറയാത്തത്. അവർ എന്താ പറയുക, ഒരു സിനിമയിലേക്ക് വരുന്നത്, ഓരോ പെൺകുട്ടികൾ സിനിമയിലേക്ക് വരുന്ന അവരുടെ ഓരോ സ്വപ്നങ്ങളും അവരുടെ ഓരോ ഇതും ഇതായിട്ടായിരിക്കും സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അരാജകത്വമൊക്കെ സിനിമയിൽ നടക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ എല്ലാം ത്യജിച്ച് ഒരു സിനിമ അത് സക്സസ് ആയി കഴിഞ്ഞാൽ വലിയൊരു തുക കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഓരോരോ പെൺകുട്ടികളും സിനിമയിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും വരുന്നത്. എവിടെയും ജീവിക്കാൻ പണമാണല്ലോ വേണത്. അപ്പോൾ മാനം വിൽക്കാതെയുള്ള തരത്തിലുള്ള ഒരു ഇതെന്ന് ആലോചിക്കുമ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് അത്യാവശ്യം പണമൊക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവർ സിനിമയിലോട്ട് വരുന്നത്. പക്ഷേ അവിടെ നടക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അത് പറയാൻ പോലും അവർക്ക് കുടുംബത്തെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കാം അവർ ഇതൊന്നും പ്രതികരിക്കാത്തതും പുറത്തതൊന്നും പറയാത്തതും. അപ്പോൾ മറ്റ് 5 നടിമാരെ ആക്രമിച്ച് പീഡിപ്പിച്ചതിൽ ദിലീപല്ല കൊട്ടേഷൻ തന്നിരിക്കുന്നത് വേറെ നടന്മാരാണെന്നാണ് പറയുന്നത്. എന്തായാലും ആരൊക്കെയാണ് ആ നടന്മാരെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽസിൻ്റെയൊക്കെ പൊയ്മുഖങ്ങൾ പുറത്ത് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും ആരൊക്കെയാണ് ആ മാന്യമായ മുഖംമൂടി ഇട്ടിട്ട് നടക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് എന്തായാലും പുറത്ത് വരണം. അപ്പോൾ ഒരാളെ മാത്രം ഇന്നയാളെ മാത്രം വന്നാൽ പോരാ. അപ്പോൾ ദിലീപിൻ്റെ ഇത്രയും ചെയ്തത് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 5 പേരെ ആക്രമിക്കാൻ പറഞ്ഞ ആ നടന്മാർ ആരൊക്കെയാണെന്നുള്ളത് അവരുടെ പോയി മുഖങ്ങളും പുറത്ത് വരണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഞാനും ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. അത് പക്ഷെ അവര് പരാതിയില്ല, അവർ പറഞ്ഞു ഇത് പറഞ്ഞു സന്ധ്യയോടാണ് തോന്നുന്നു കുറെ 4 പേര് പറഞ്ഞു. അപ്പൊ അന്ന് പക്ഷെ അത് പക്ഷെ ദിലീപാണ്, അല്ല വേറെ ആൾക്കാരാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ദിലീപല്ല. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയില്ലെന്ന്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ആരും പുള്ളില്ല, നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കിത് അറിയാതെ ക്രീമയൊക്കെ പറയും പോലെ അങ്ങോട്ട് പറയും. എന്തായാലും ഈ ഒരു പൾസർ സുനി പുറത്ത് വിടുന്ന സമയത്ത് കോടതി ഒരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാധ്യമങ്ങൾക്കും ഇത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കരുത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും ഇൻ്റർവ്യൂ അത് നേരിട്ട് എടുക്കാൻ പറ്റില്ല. അത് കാരണമാണ് ഒളിക്യാമറ വെച്ചിട്ട് ഇങ്ങനെ പൾസർ സുനിയെ ഇത് എടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചാനൽ പറയുന്നത്. അപ്പോൾ കോടതി പുറത്ത് വിടുന്ന സമയത്ത് ജാമ്യത്തിൽ വിടുന്ന സമയത്ത് കോടതി പൾസർ സുനീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമങ്ങൾക്കും ഇത് കൊടുക്കരുതെന്ന്, ഇൻ്റർവ്യൂ കൊടുക്കരുതെന്ന്. അപ്പോൾ ഇത് ഒളിക്യാമറ വെച്ചിട്ടുള്ള ഇത് തന്നെയാണോ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് പൾസർ സുനിയും അതുപോലെ തന്നെ റിപ്പോർട്ട് ചാനലും കൂടെ അറിഞ്ഞു കണ്ടുള്ള ഒരു നാടകമാണോ എന്നൊക്കെ ചെറിയൊരു സംശയമുണ്ട്. എനിക്കും ചെറിയൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഈ ഒരു സംശയമുണ്ട്, അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും. അതുപോലെ തന്നെ പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും വിശ്വസയോഗ്യം അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഒളിക്യാമറ വെച്ചിട്ടാണ് അത് ചെയ്തതെന്നൊക്കെ
പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് റിപ്പോർട്ട് ചാനലിൽ വന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പലതവണ പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എന്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും അത് യഥാർത്ഥമാണോ, ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ, പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട്, ഞാൻ ക്യാമറയില്ലാതെയാണ് വരുന്നത്, അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൾസർ സുനിയുടെ ഒരു ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൾസർ സുനിയുടെ വലിയൊരു സംഘത്തിന്റെ കാവൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് തുറക്കാൻ, വാ തുറക്കാൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല. ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത്. അത് വായിച്ചപ്പോൾ പൾസർ സുനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി. എൻ്റെ ഉദ്ദേശം ആ പുസ്തകത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അടുത്ത തവണ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. എന്തായാലും പൾസർ സുനി ഭയങ്കര കലാകാരനാണ്. അതുവരെ ഒന്നും മിണ്ടാതിരുന്നിട്ട് ഒരു ബുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് പറഞ്ഞപ്പോൾ ചാടി വീണ് എല്ലാം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല. അത് വെറുതെ തള്ളാണോ, എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇവർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആണോ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരൻ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടും വീണ്ടും ഇത് കൊടുത്തതിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ, എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ടെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് എന്തായാലും ഫുൾ ലീക്കായിട്ടുണ്ട്. ഒളി ക്യാമറ വെച്ചിട്ട് ഇത് ചെയ്തത് ഫുൾ ലീക്കായിട്ടുണ്ട്. എല്ലാവരിലേക്കും ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഇത് കൊടുത്ത ആൾക്കാരും കൊടുപ്പിച്ച ആൾക്കാരും ചെയ്ത ആൾക്കാരും ചെയ്യിപ്പിച്ച ആൾക്കാരും എല്ലാം ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ എത്രമാത്രം ഇതുണ്ട്, സത്യസന്ധതയുണ്ട്, ഇത് ശരിക്കും ഒളി ക്യാമറ വെച്ചിട്ട് തന്നെയാണോ ഇതെല്ലാം എടുത്തിരിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.